ദൈവത്തിൻ്റെ ആനന്ദം കൊണ്ട്, കർത്താവ് നൽകുന്ന ആർക്കും എടുത്തു മാറ്റാൻ പറ്റാത്ത സന്തോഷം കൊണ്ട് ഓരോ വ്യക്തിയെയും ഈശോ നിറയ്ക്കുന്ന സമയമാണ് ദൈവ സ്തുതിയുടെയും ആരാധനയുടെ സമയം. ഹല്ലേലൂയ. ഈ സെക്ഷനിൽ നമ്മൾ ഈ ശുശ്രൂഷയെ സഹായിക്കുന്നത് ജയിൻ ദേവസിയാണ്. ശാലോം ശുശ്രൂഷകനായ സഹോദരനോട് ചേർന്ന് നമുക്ക് കർത്താവിനെ ആരാധിക്കാം. പ്രിയമുള്ളവരെ, മറ്റൊരു അനുഗ്രഹത്തിൻ്റെ ദിവസമാണിത്. നമുക്കറിയാം, എല്ലാ മാസവും ഇങ്ങനെ അനുഗ്രഹത്തിൻ്റെ ഒരു രാത്രി, നൈറ്റ് വിജിൽ, ദൈവം നമുക്ക് വേണ്ടി, തിരഞ്ഞെടുക്കപ്പെട്ട സമൂഹത്തിന് വേണ്ടി ദൈവം അവരെ സന്ദർശിക്കുന്ന ഒരു ദിവസം. ഹല്ലേലൂയ. ഈശോയുടെ മുൻപിൽ നമുക്ക് നന്ദിയോടെ നിൽക്കാം. ബ്രദർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്തുതി ആരാധനയുടെ സമയം ആനന്ദത്തിൻ്റെ സമയമാണ്, ആഹ്ലാദത്തിൻ്റെ സമയമാണ്. ദൈവ തിരു മുൻപിൽ ഹൃദയം തുറന്ന്, അധരം തുറന്ന്, നന്ദി നിറഞ്ഞ മനസ്സോടെ നമ്മളവിടുത്തെ ആരാധിക്കുന്ന സമയമാണ്. നമുക്കറിയാം, പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. വാഗ്ദാന പേടകം തൻ്റെ രാജ്യത്തിൻ്റെ അതിർത്തിയിലേക്ക് പ്രവേശിച്ചപ്പോൾ മുതൽ ദാവീദ് മഹാരാജാവ്, ചക്രവർത്തി, അദ്ദേഹം എങ്ങനെയാണ് ദൈവത്തെ ആരാധിച്ചത്, ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ എതിരേറ്റതെന്ന് നമുക്കറിയാം. ഹല്ലേലൂയ. സകല മാലാഖമാരും വിശുദ്ധരും ആനന്ദഘോഷം മുഴക്കുന്നൊരു സമയമാണ്. ഒന്നോർത്ത് നോക്കുക, കഴിഞ്ഞു വന്ന ജീവിത വഴികളിലെല്ലാം ദൈവം കരം പിടിച്ച് നടത്താത്തവരായി ആരെങ്കിലും ഇവിടെയുണ്ടോ? ഈ ശുശ്രൂഷയിൽ ഇപ്പോൾ പങ്കെടുക്കുന്നുണ്ടോ? ഒന്ന് കണ്ണടയ്ക്കാമോ? അല്പനേരത്തേക്ക് ഒന്ന് കണ്ണടച്ച് ഒന്ന് ഓർത്ത് നോക്കുക. എൻ്റെ ഈശോ ഒരു വിരൽ എനിക്ക് നീട്ടി പിടിക്കാൻ തന്നില്ലായിരുന്നുവെങ്കിൽ, അവൻ ആ തക്ക സമയത്ത് ഒരു വ്യക്തിയായി, ഒരു സാഹചര്യമായി, ഒരു സാധ്യതയായി എൻ്റെ ഈശോ അന്ന് വന്നിരുന്നില്ല എങ്കിൽ, ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ, അവൻ വരാതെ, അവൻ നമ്മളെ കരം പിടിക്കാത്ത അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എവിടെ എത്തി നിൽക്കുമെന്ന്. നന്ദിയോടെ നമുക്ക് ഓർക്കാം, ദൈവം നമ്മളെ വഴി നടത്തി. ഹല്ലേലൂയ. എത്രമാത്രം അനുഗ്രഹങ്ങളാണ് ദൈവം നമുക്ക് തന്നത്, എത്രമാത്രം അത്ഭുതങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം നടത്തിയത്. മറ്റനേകർ ഈശോ എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട അനുഭവങ്ങൾ, സാക്ഷ്യങ്ങൾ ഇന്ന് നമ്മൾ ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെയൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് ഒന്ന് പിന്തിരിഞ്ഞ് നോക്കണം. ആ വ്യക്തിയെ മാത്രമാണോ ദൈവം ഇങ്ങനെ നടത്തിയത്? ആ വ്യക്തിയെ മാത്രമാണോ എൻ്റെ ദൈവം സന്ദർശിച്ചത്? എന്നെയും എൻ്റെ ദൈവം സന്ദർശിച്ചിരുന്നില്ലേ? എൻ്റെ കുടുംബത്തെയും ദൈവം കരുതിയില്ലേ? എത്രമാത്രം മനോഹരമായി. ഒരുപക്ഷെ മറ്റനേകർ അനുഭവിക്കുന്ന വേദനകളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ എത്രമാത്രം ഭാഗ്യവാനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൃദയം തുറന്ന് നമ്മൾ അവിടത്തേക്ക് നന്ദി പറയണ്ടേ, നമ്മൾ അവിടുത്തെ ആരാധിക്കണ്ടേ. ചെറുപ്പത്തിൽ എൻ്റെ ഒരു കാര്യം എനിക്ക് ഓർമ്മയില്ല, ഞാൻ 1 വയസ്സോ മറ്റോ ഉള്ളപ്പോഴാണ്, കുഞ്ഞായിരുന്നപ്പോഴാണ്. ഞാനും എൻ്റെ ജ്യേഷ്ഠനും വീടിൻ്റെ മുറ്റത്തിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എൻ്റെ അമ്മച്ചിയൊക്കെ പറഞ്ഞുള്ള ഓർമ്മയാണ്, അത്രയുള്ള അറിവേ എനിക്കുള്ളൂ. ഈ ഓട എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഈ ഈറ്റ എന്നൊക്കെ പറയും പല സ്ഥലങ്ങളിൽ. അതിങ്ങനെ ഒരു കഷ്ണം ഞാൻ കടിച്ചുകൊണ്ടിരിക്കുകയാണ്, വെറുതെ വായി വെച്ച് ഈ മൈക്ക് പിടിച്ചതുപോലെ ഇങ്ങനെ പിടിച്ച് കടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നല്ല സ്വഭാവമുള്ള ആളായതുകൊണ്ടായിരിക്കാം എൻ്റെ ചേട്ടൻ അടുത്തിരുന്ന, എന്നെക്കാളും 2-3 വയസ്സിന് മൂത്ത ആളാണ് അദ്ദേഹം. ചെറുപ്പത്തിലെ കാര്യമാണ് പറയുന്നത്. ഈ ഓടയുടെ അടിയിൽ കൈവച്ച് ഒറ്റയടി ഞാനിങ്ങനെ കടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ അടിയിൽ ഒരു അടി കിട്ടിയാൽ നമുക്കറിയാം ഇത് നേരെ അണ്ണാക്കി കുത്തി തുളഞ്ഞ്, പിന്നെ കാർച്ച് കേട്ടുകൊണ്ട് എൻ്റെ മാതാപിതാക്കൾ ഇറങ്ങി വരുമ്പോൾ വായിൽ നിന്ന് ഇങ്ങനെ ഉറവ് വെട്ടി പോലെ ബ്ലഡാണ്. ഹല്ലേലൂയ. അപ്പോഴേ തന്നെ എടുത്തുകൊണ്ട് ആശുപത്രിയിലേക്ക് ഓടി. അപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ കുഞ്ഞിനി സംസാരിക്കുമോയെന്ന് അറിയില്ല, കാരണം കുറുനാവിൻ്റെ മുറിഞ്ഞിട്ടുണ്ടോ എന്ന് ബ്ലഡ് കൊണ്ട് തിരിയുന്നില്ല. കുറുനാവെന്ന് പറയുന്ന ഒരു അവയവത്തിൻ്റെ സൈഡിൽ കൂടിയാണ് ഈ ഓട കയറിപ്പോയത്. ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം. പക്ഷേ ഞാൻ സംസാരിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഹല്ലേലൂയ. കർത്താവ് ഇന്നിവിടെ നിന്ന് ശുശ്രൂഷ ചെയ്ത് ദൈവത്തിന് മഹത്വം പറയാൻ ദൈവം എൻ്റെ ശബ്ദത്തെ ഉപയോഗിക്കുന്നുണ്ട്. ഹല്ലേലൂയ. എൻ്റെ കുഞ്ഞു പ്രായത്തിലെ ദൈവം തന്ന ഒരു അനുഗ്രഹത്തെ ഞാൻ ഇപ്പോൾ നിങ്ങൾ മുന്നിൽ പങ്കുവെച്ചത്. ഇങ്ങനെ ഓരോരുത്തരായി പറയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഒരു ദിവസം മതിയാവില്ല. നമ്മുടെ ജീവിതത്തിൽ ഈശോ ഇടപെട്ടത്. ഹല്ലേലൂയ. അവൻ നമ്മൾ തകർന്നു പോകാൻ അനുവദിക്കുകയില്ല.
വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 30-31 വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്. അതിന് തൊട്ട് മുമ്പ് നടക്കുന്ന കാര്യം ഇങ്ങനെയാണ്. തോമാസ് ലീഹ വന്നിട്ട്, അതിന് മുമ്പ് തോമാസ് ലീഹ പറയുന്നുണ്ട്, ഞാൻ അവനെ കണ്ട് അവൻ്റെ വിലാവിൽ മുറിവിൽ കൈവച്ചാലല്ലാതെ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞതിന് ശേഷം ഈശോ പ്രത്യക്ഷപ്പെട്ട് തോമാസ് ലീഹയെ വിളിച്ച് തൻ്റെ മുറിവിൽ കരങ്ങൾ വെച്ച് അതിനുശേഷം പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. തുടർന്ന് സുവിശേഷകൻ എഴുതുകയാണ്, ഈ ഗ്രന്ഥത്തിൽ വിവരിക്കാത്ത മറ്റനേകം അത്ഭുതങ്ങൾ, ശിഷ്യരുടെ സാന്നിധ്യത്തിൽ അടയാളങ്ങൾ യേശു പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നാൽ ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുകയും അത് വിശ്വസിക്കുക വഴി അവൻ്റെ നാമത്തിൽ നമുക്ക് നിത്യജീവൻ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് നിത്യജീവൻ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഈശോയുടെ അത്ഭുതങ്ങൾ കുറേയെങ്കിലും വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ ആ അത്ഭുതങ്ങളാണ് ഇന്ന് പ്രിയമുള്ളവരെ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ മുൻപോട്ട് തുടരുന്നത്. ഓരോ അത്ഭുതവും ഓരോ അവസരവും അവൻ സത്യദൈവമാണെന്ന് വിശ്വസിക്കുന്നതിനും അതുവഴി അവൻ്റെ നാമത്തിലൂടെ നമ്മൾ നിത്യജീവൻ നേടുന്നതിനും വേണ്ടിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നിത്യജീവന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് തന്നെ. ഈ നിത്യജീവനോട് ചേർന്ന് നമ്മൾ സ്വർഗത്തിലേക്ക് എത്തണമെങ്കിൽ ഈശോ ആകുന്ന ഈ നിത്യജീവൻ നമുക്ക് ആവശ്യമാണ്. പ്രിയമുള്ളവരെ, നമുക്കൊന്ന് ഈശോയുടെ മുൻപിൽ എണീറ്റ് നിൽക്കാം. ഈശോ എന്നെ വഴി നടത്തിയ ആ മേഖലകളെക്കുറിച്ച് നമ്മളൊന്ന് ചെറിയ സമയത്തിലൂടെ ധ്യാനിക്കുകയായിരുന്നു. ഈശോ ഇടപെട്ട ജീവിത വഴികൾ. നമുക്ക് ഈശോയ്ക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നിൽക്കാം. ദൈവമേ, ഇന്ന് വരെ എന്നെ കരുതിയത് അവിടുന്നാണ്. അവിടുന്നാണ് എന്നെ വഴി നടത്തുന്നത്. എൻ്റെ മുൻപിലും പിൻപിലും അവിടുന്ന് സഞ്ചരിക്കുന്നു. വരികൾക്കും നിരകൾക്കും ഇടയിലൂടെ അവിടുന്ന് കടന്നു പോകുന്നു. അവിടുന്ന് എനിക്ക് എല്ലാത്തിനും മതിയായവനാണ്. നമുക്ക് കാര്യങ്ങളൊന്ന് നീട്ടിപ്പിടിക്കാം ഈശോയുടെ മുൻപിൽ. ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങളെ ഓർക്കാം. നമ്മുടെ കുടുംബത്തെ, കുടുംബാംഗങ്ങളെയൊക്കെ ഈശോയെ ഞാൻ ഈ ഉയർത്തിപ്പിടിച്ച കരത്തിൽ എനിക്ക് അവിടുന്ന് നൽകിയതെല്ലാം ഉണ്ട്. ഞാൻ തിരിച്ച് അവിടുത്തെ സന്നിധിയിലേക്ക് ഇതാ സമർപ്പിക്കുകയാണ് എല്ലാം. അവിടുന്ന് തന്നതല്ലാതെ എനിക്കൊന്നുമില്ല എൻ്റെ ജീവിതത്തിൽ. അവിടുന്ന് തന്നത് മാത്രമാണ് എൻ്റെ ഈ ജീവിതം, എൻ്റെ ഈ ശരീരം, എൻ്റെ കുടുംബം, എൻ്റെ ജീവിത പങ്കാളി, കുഞ്ഞുങ്ങള്, മക്കള്, എൻ്റെ സമൂഹം, ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന മേഖലകള്. ഈശോയെ ഞാൻ അങ്ങേ ആരാധിക്കുന്നു എന്ന് പറയാം. നമുക്ക് ഈശോയെ ഒന്ന് സ്തുതിക്കാം. നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്തൊന്ന് നന്ദി പറയാം. കർത്താവേ, ഞാൻ അങ്ങേ ആരാധിക്കുന്നു. കർത്താവേ, ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. അവിടുന്ന് നൽകിയതല്ലാതെ എനിക്ക് ഒന്നുമില്ല. ഓ യേശുവേ, ഞാൻ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ കൃപകൾക്കും കർത്താവേ അവിടുന്ന് കരുതിയില്ലേ? വീണ് പോകാതെ അവിടുന്ന് എന്നെ കരം പിടിച്ചില്ലേ? അവിടുന്ന് എന്നെ വഴി നടത്തിയില്ലേ? അവിടുന്ന് എനിക്ക് എല്ലാം ദാനമായി നൽകിയില്ലേ? യേശുവേ, ഞാൻ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപ, ദൈവ കൃപ, 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 കൃപ എന്നാർത്തിടുവിൻ. ഈശോയുടെ കൃപ, 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 ദൈവ കൃപ, 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 കൃപ എന്നാർത്തിടുവിൻ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കരങ്ങളടിച്ച് പുഞ്ചിരിച്ച് ചലിച്ച് സ്വതന്ത്രമായി നമുക്ക് ഈശോയെ ആരാധിക്കാം. സർവ്വം മറന്ന് നമ്മൾ ഇടത്തോ വലത്തോ ഉള്ള ആരോ നിൽക്കുന്നു എന്നൊന്നും നമുക്ക് വിഷയമല്ല. കാരണം നമ്മുടെ മുൻപിൽ ഈശോ ഉണ്ട്. നമ്മൾ ഇടയിലൂടെ സഞ്ചരിക്കുന്ന ഈശോ ഉണ്ട്. ഇന്ന് എന്നെ സ്പർശിക്കുന്ന ഈശോ ഉണ്ട്. ഇന്ന് വരെ എന്നെ കരുതി ഈശോ ഉണ്ട്. ആ ഈശോയെ കണ്ട് ആനന്ദത്തോടെ കരങ്ങളടിച്ച് ഒന്ന് ഇടത്തും വലത്തും ചലിച്ച് ആമേൻ. ഇതുവരെ എന്നെ കരുതിയവൻ, ഇതുവരെ എന്നെ സൂക്ഷിച്ചവൻ, ഇതുവരെ എന്നെ കരുതിയവൻ, ഇതുവരെ എന്നെ സൂക്ഷിച്ചവൻ, ശോകത്തിലും വൻഭാരത്തിലും കൈവിടാതെന്നെ പരിപാലിച്ചു. ശോകത്തിൽ
കൈയടിക്കാം. കൃപാ കൃപാ ദൈവ കൃപാ 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 എന്നാത്തിടുവിൻ. ഏറ്റുപാടാം. കൃപാ കൃപാ ദൈവ കൃപാ 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 എന്നാത്തിടുവിൻ. ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്തി ഒന്ന് ബലപ്പെടുത്താം. ഒന്ന് മുഖത്തോട് മുഖം നോക്കി ഒന്ന് പുഞ്ചിരിച്ച്, ഈശോ എന്നെ മാത്രമല്ല ഈ സഹോദരനെ, ഈ സഹോദരിയെ അവൻ കരുതിയിട്ടുണ്ട്, അവൻ രക്ഷിച്ചിട്ടുണ്ട്. ഇന്ന് ഒന്നിച്ച് അവിടുത്തെ സ്തുതിക്കാൻ അവിടുന്ന് നമ്മെ യോഗ്യരാക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. കരങ്ങളടിക്കാം. കർത്താവേ, നൽകിയ എല്ലാ ദാനങ്ങൾക്കും നന്ദി പറയുന്നു. നിത്യജീവൻ നീ തന്നുവല്ലോ, നിത്യരക്ഷ എനിക്കേകിയല്ലോ. നിത്യജീവൻ നീ തന്നുവല്ലോ, നിത്യരക്ഷ എനിക്കേകിയല്ലോ. ജീവനീരുറവയിൽ നിന്നും ജീവജലം നീ തന്നുവല്ലോ. ജീവനീരുറവയിൽ നിന്നും ജീവജലം നീ തന്നുവല്ലോ. കൃപാ കൃപാ ദൈവ കൃപാ 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 എന്നാത്തിടുവിൻ. തുള്ളിച്ചാടി. കൃപാ കൃപാ ദൈവ കൃപാ 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 എന്നാത്തിടുവിൻ. യേശുവേ, വാഗ്ദാനം പോലെ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. വചനം ഇപ്രകാരം പറയുന്നു, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. വിശുദ്ധ യോഹന്നാൻ 8:32. അതേ പ്രിയമുള്ളവരെ, യേശു സത്യ ദൈവമാണെന്ന്, അവൻ ജീവിക്കുന്ന ദൈവമാണെന്നുള്ള സത്യം നാം അറിഞ്ഞിരിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിറയുന്നു. യേശു നാമം മഹത്വപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളടിക്കാം. ആത്മാവിനെ നീ പകർന്നുവല്ലോ, ആത്മരക്ഷ നീ തന്നുവല്ലോ. ആത്മാവിനെ നീ പകർന്നുവല്ലോ, ആത്മരക്ഷ നീ തന്നുവല്ലോ. ആത്മനാഥനേശുവിനെ ആത്മാവിലെന്നും ആരാധിക്കാം. ആത്മനാഥനേശുവിനെ ആത്മാവിലെന്നും കരങ്ങൾ ഉയർത്തി സർവ്വമംഗള. കൃപാ കൃപാ ദൈവ കൃപാ 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 എന്നാത്തിടുവിൻ. 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 കൃപാ കൃപാ ദൈവ കൃപാ 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 ഹല്ലേലൂയ. എന്നാത്തിടുവിൻ. കരങ്ങൾ ഉയർത്തി കൃപാ കൃപാ ഈശോയെ ദൈവ സ്തുതിക്കാം. കൃപാ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. അങ്ങേ നാമം, അവിടുത്തെ നാമം മഹത്വപ്പെടട്ടെ. തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കുന്നതിന് നന്ദി ഈശോയെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 കരങ്ങൾ ഹൃദയത്തോട് ചേർക്കാം. ദൈവത്തിന്റെ സ്നേഹത്തിന് നന്ദി പറയാം. അവിടുത്തെ സാന്നിധ്യത്തിന് നന്ദി പറയാം. ഹൃദയം മുഴുവൻ നന്ദിയോടെ നമുക്കായിരിക്കാം. ഈ ഒരു ദിവസത്തെ ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയാം.
കർത്താവേ, അനേകായിരങ്ങളോട് ലക്ഷങ്ങളോട് ചേർന്ന് ഒരു സമൂഹമായി അങ്ങേ സ്തുതിക്കാൻ അവിടുന്ന് പാപിയായ എന്നെയും യോഗ്യനാക്കി. എൻ്റെ പ്രാർത്ഥനകളും അർത്ഥനകളും അവിടുന്ന് സ്വീകരിച്ചു കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തന്ന നന്മകൾക്കും തരുവാനിരിക്കുന്ന നന്മകൾക്കും നന്ദി. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ.